പിഴിഞ്ഞിട്ട് തോർത്താണ് പിഴയ്ക്കാത്ത മനസ്സാണ് കുഴിനകം പഴുക്കുന്നു പുഴു വരിച്ചിറങ്ങുന്നു. എന്താ സാറേ ഇപ്പോഴാണോ കുളിക്കുന്നത്? സാർ ഞാൻ രാവിലെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ എനിക്ക് ക്രിമിനൽസായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ശീലമൊന്നുമില്ലല്ലോ. സോ ഇവിടെ ഉള്ളവരൊക്കെ ക്രിമിനൽസ്. താങ്കളുടെ ഇന്റേൺഷിപ്പിന് വന്നായിരിക്കും അല്ലേ? അയ്യോ അങ്ങനെയല്ല സാറേ, എനിക്ക് ക്രിമിനൽ മൈൻഡ് സെറ്റ് ഇല്ലല്ലോ. അപ്പോൾ നിനക്ക് എന്താ ഇവിടെ പരിപാടി? സാർ എൻ്റെ കുളി കഴിഞ്ഞു, ഇനി ലഞ്ചിന് പോകണം. അത് കഴിഞ്ഞ് റൂമിൽ പോയി ചില്ല് ചെയ്യണം. റൂമോ? സെല്ല്. പിന്നെ ഞാനൊരു ട്രാക്ക് ചെയ്യുന്നുണ്ട്, ജയിൽ ചില്ലെന്ന് പറഞ്ഞിട്ട്. സോ അതിൻ്റെ ലിറിക്സ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ട് സാർ. എന്നാ പിടിച്ചോ. ഇവിടുത്തെ ചായക്ക് ചൂടില്ല, ചൊവയില്ല. ഇവിടുത്തെ കക്കൂസിന് ഓടില്ല, അടപ്പില്ല. കൊതുകിന്റെ കടിയുണ്ട്, കടി കിട്ടാൻ ഇടിയുണ്ട്. കുടിക്കുന്ന വെള്ളത്തിന് ക്ലോറിന്റെ മണമുണ്ട്. ലാത്തിയുടെ വടി കൊണ്ട് ചന്തിക്ക് പെടുത്താറ് ഈർക്കിൽ കൊണ്ടൊരു സൂത്രം കാണിച്ചത് എന്താ വേണോ? നടക്ക്, ഒരു പണിയുണ്ട്. വാ. ഇവിടെ എന്താ സാറേ പരിപാടി? ഇവിടെ മറ്റന്നാൾ നമ്മുടെ ലൈബ്രറിയുടെ ഇനോഗ്രേഷനാണ്. മിനിസ്റ്ററൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം ക്ലീൻ ആക്കണം. അതിനെ നിന്നെ കൊണ്ടുപോകുന്നത്. സാർ പരിപാടിയാണെങ്കിൽ എനിക്ക് പെർഫോം ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ടാക്കി തരുമോ? ലൈബ്രറി അല്ലേ ടോപ്പിക്ക്? ലൈബ്രറി ബുക്കുണ്ട്, ബുക്കിന്റെ വിലയുണ്ട്, ചാക്കിൽ തൂക്കിയിട്ട് ആക്രക്ക് വിറ്റിട. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ ഈ പാട്ടും കൂത്തുമായിട്ട് നീ ആ വാർഡിന്റെ മുന്നിൽ നിന്ന് പെടണ്ട. എന്താ സാറേ ഇവിടുത്തെ വാർഡൻ ഭയങ്കര സീനാണോ? അതെ, നിന്റെ ഈ പെർഫോമൻസ് എങ്ങാനും പുള്ളി കണ്ട പുള്ളി നിന്നെ ഇടിച്ച് തൂറിക്കും. പ്രത്യേകിച്ച് കാരണം വേണ്ട പുള്ളിക്ക്. കൈ കിട്ടിയാലേ നല്ല ഇടി ഇടിക്കും. 10ാം നമ്പർ പറ്റില്ല, 7ാം നമ്പർ വേണോ അല്ലേ? റൊണാൾഡോ ഫാൻ ആയതുകൊണ്ട് ചോദിച്ചു പോയതാ സാറേ. നിനക്ക് 7ാം നമ്പർ ഞാൻ തരാം. ഇന്ന് നിന്റെ മൂക്കിൽ അളിയാ ഇങ്ങനെ വരാൻ പറഞ്ഞു. അതെ, ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കലക്കം പ്ലാൻ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അളിയൻ്റെ പ്ലാൻ വേണോ വേണ്ടോ നമുക്കൊന്ന് പ്ലാൻ ചെയ്യേണ്ടി വരും. എന്ത്? ടീസ്പൂൺ വരും ടേബിൾ സ്പൂൺ. അതാകുമ്പോൾ കുറച്ച് കൂടുതൽ മാന്താം. സൂക്ഷിച്ച് വെച്ച് ആരും കാണണ്ട. അവൻ്റെ ഒടുക്കത്തൊരു സ്പൂൺ ഐഡിയ. എടാ, ഈ ലോകത്തെ ഏറ്റവും നാശം പിടിച്ച പണിയാണ് ഈ സ്പൂൺ കൊണ്ടുള്ള തുറക്കൽ. 2 ദിവസം തുറന്നു വരുന്നതിൻ്റെ കൈ തേഞ്ഞു. എടാ, ഇത്ര ക്ഷമയുള്ളവന്മാരാണെങ്കിൽ കുറച്ച് കാലം കൊണ്ട് ക്ഷമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ പാടില്ല, ശിക്ഷ കഴിഞ്ഞ്. അങ്ങനെയാണ് എൻ്റെ വേറെ ഐഡിയ ഉണ്ട്. എന്ത്? നമുക്ക് മതിലിൻ്റെ സൈഡിലുള്ള മരത്തെ കൂടെ പുറത്തേക്ക് ആടിയാലോ? എടാ, മതിലിൻ്റെ സൈഡിൽ എവിടാ ഒരു മരം? അങ്ങനെ ചോദിക്കേ. നാളെ ഇവിടെ ജയിലിൽ ഉച്ചയ്ക്ക് അങ്കമാലി മാങ്ങാക്കറിയാണ്. അതിന് അതാകുമ്പോൾ ഇവിടെ കുറേ മാങ്ങാണ്ടി ഉണ്ടാവും. അത് നല്ല കുറച്ച് മാങ്ങാണ്ടി എടുത്ത് നമ്മൾ മതിലിൻ്റെ സൈഡിലൊക്കെ നട്ട് കിളിപ്പിച്ച് അത് വളർന്ന് പന്തലിച്ചൊരു മാവായി മാറും. പിന്നെ അതിൻ്റെ ജില്ലയിൽ കൂടെ നമുക്ക് ചാടി രക്ഷപ്പെട്ടാൽ പോരെ? എൻ്റെ പൊന്നൊളിയാ, ഒരു മാവ് നട്ട് പടർന്ന് പന്തലിച്ച് വരണമെങ്കിൽ 10-13 വർഷം എടുക്കും. നമ്മുടെ ശിക്ഷ ഇവിടെ 5 വർഷത്തിൽ തീരുവേ. അതൊന്നും എനിക്കറിയാം. എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. അതാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് തന്നെ രക്ഷപ്പെടാനായിട്ട് ഒരു കലക്കം പ്ലാൻ എൻ്റെ കയ്യിലുണ്ട്. ഇന്ന് തന്നെ? ഇത് കണ്ട, ഇത് കീ അല്ലേ? വെറും കീ അല്ല, പിന്നെ വാർഡന്റെ റൂമിന്റെ സ്പെയർ കീ. അയാൾ പോയി. അറിയാൻ പ്ലാൻ പറ. പ്ലാനൊക്കെ ഞാൻ പറയാം. നീ ആദ്യം ലോണ്ടറി ചെന്ന് 2 പോലീസുകാരുടെ യൂണിഫോം എടുത്ത് വാർഡന്റെ വണ്ടിയുടെ അടി കൊണ്ട് അങ്ങോട്ട് വെക്ക്. നോക്കി ഞാൻ പറയാം. ഓക്കെ, വിട്ടോ. പോട്ടെ. സാറേ, ഈ നല്ലാടപ്പറ്റി ലിസ്റ്റിൽ കയറി പറ്റണമെങ്കിൽ ദിവസം എത്ര കിലോമീറ്റർ നടക്കണം? വളരെ നല്ല ചോദ്യം. നീ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, മറുപടി ഞാൻ പറഞ്ഞുതരാം. പി.ടി. സാറേ, കണ്ടോ? എന്താ സാറേ? ആ കൊമ്പിൽ ആരാ ഇരിക്കുന്നത് നോക്ക്. ഒറ്റ മൈൻ. എന്ത് പണിയാ സാറേ? എന്നെ വിളിച്ച് കാണിച്ചു. ഇനി എനിക്ക് പണി കിട്ടൂലേ? സേവിയറിനോട് പണി കിട്ടാൻ വേണ്ടിയാ സേവിയറിനെ വിളിച്ച് കാണിച്ചത്. എന്തിന്? ലൈബ്രറിയിലേക്ക് വരേണ്ട പുതിയ പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഞാൻ തന്നല്ലേ സേവിയറെ? അതൊക്കെ എത്തിയല്ലോ. എന്തെത്തിയെന്ന് ഞാൻ പറഞ്ഞു. ഒരു ബുക്കെങ്കിലും അതിനകത്തുണ്ട്, ഒരെണ്ണമെങ്കിലും ഉണ്ടോ? മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. അപ്പോൾ ആ വന്ന ബുക്സ് ഒന്നും വായിക്കാൻ പറ്റില്ലേ? വായിക്കാൻ പറ്റാത്ത ബുക്ക് എന്നൊന്നും ഇല്ല സേവിയറെ. എഴുത്തും വായന അറിയെങ്കിൽ എല്ലാവർക്കും ബുക്ക് വായിക്കാൻ പറ്റും. ഇത് പറഞ്ഞ ബുക്കുകളില്ല. അടുത്ത സ്റ്റോക്കിൽ എത്തിക്കാന്നേ. വരണം. ഒരു ലൈബ്രറിയിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ അതൊക്കെ. പിന്നെ പുതിയ വാർഡിന് വായനയോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് സേവിയറിനോട് ഞാൻ അതൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചത്. അത് ഞാൻ റെഡിയാക്കണം. പിന്നെ പുസ്തക പ്രകാശനത്തിൻ്റെ കാര്യം പ്രത്യേകം ഓർക്കണം. സേവിയർ എന്തായാലും എത്തണം. ഇത് പുതിയ ആളാ. ഹലോ പി.ടി. സാർ, വായിക്കുമോ? ഇല്ല, നല്ലോണം പാടും. എന്നാൽ വായിച്ചോ, ഇല്ലെങ്കിൽ നല്ലോണം പാടുപെടും. ബീയിങ് എ ഹ്യൂമൻ ബീയിങ് ഹു ഡസൻ റീഡ് ഇറ്റ്സ് ജസ്റ്റ് എ ബയോളജിക്കൽ ആക്സിഡൻറ്റ് എന്ന ഫേമസ് കോട്ട് കേട്ടിട്ടുണ്ടോ? പിന്നെ അത് കേട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു കോട്ടില്ല, ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയതാ. അയ്യേ പറ്റിച്ചേ. ഈ കളവനാണ് അവിടുത്തെ പി.ടി. സാറ്? പി.ടി. സാറല്ല, പി.ടി. ഗോപിനാഥൻ പുള്ളിയുടെ പേരാ. പുള്ളിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുറച്ച് വിവരം കൂടി പോയതിൻ്റെ പ്രശ്നമുണ്ട്. അതല്ല, നീ നേരത്തെ ഒരു ഡൗട്ട് വെച്ചല്ലോ. നല്ല നടപ്പ്. നീ ഒന്ന് നടന്നേ, കാണട്ടെ. നടക്കണേ അങ്ങോട്ട്.
നീ വിറക് വെട്ടണ വാള് വെക്കണം. മണിയാ, ഞാൻ പറഞ്ഞ പോലെ നീ കേൾക്കുന്നുണ്ടോ? എന്താ ഇത് അടുത്ത ആഴ്ച മന്ത്രി വരാതിരിക്കുക. എന്തായാലും സെല്ലിലൊരു മിന്നൽ പരിശോധന ആണ്. ഈ വന്ന ബീഡിയൊക്കെ ഇവിടെ കൊണ്ട് വെക്കും. 10 കിട്ടല്ലേ ഉള്ളു. അപ്പം 100 ബീഡി കുത്തിയിരുന്നങ്ങ് വലിക്കാം. ഒറ്റ ദിവസം കൊണ്ട് 100 ബീഡി ക്ലബ്ബിൽ കയറാമല്ലോ. എന്നിട്ട് വേണം നമ്മുടെ ബോഡി എടുക്കാൻ. ഇവിടെ നമുക്ക് കുത്തിയിരുന്ന് വലിച്ച് ചാവാൻ വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് ഈ ബീഡിയൊക്കെ അകത്തോട്ട് കടത്തണം. അതാ ഈ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി എന്തിനാ നമ്മൾ റിസ്ക് എടുക്കുന്നേ? ഇവിടെ ഇത് ലാഭം കൊയ്യാൻ വേണ്ടി ചെയ്യണ ബിസിനസ്സായിട്ട് നീ കാണണ്ട. ഇതൊരു വാമ്പായിട്ട് കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ നിന്ന് തണുത്തുറഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോൾ ടച്ച് വിട്ട് പോകൂട്ടാ. എന്തെങ്കിലും ഒരു ഇല്ലീഗാലിറ്റി അല്ലാണ്ട് എങ്ങനെ ജീവിക്കും? അത് ശരിയാ. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വന്ന ബോളൊക്കെ എവിടെ കൊണ്ട് ഒളിപ്പിക്കും? സേഫായിട്ടൊരു സ്ഥലമുണ്ട്, കഷത്തിനിടെ വെക്കാം. അതാകുമ്പോൾ അരികിൽ ചോദിച്ചാൽ കുരുവാന്ന് പറഞ്ഞാൽ മതി. മണിയാ, വേറൊരു സ്ഥലമുണ്ട്. വേണ്ട വേണ്ട വേണ്ട, കേൾക്കണ്ട. അല്ല, അരികിൽ ചോദിച്ചാൽ ബോളാന്ന് തന്നെ പറയാലോ. മണിയാ പോ. എവിടെ പോണു? എന്റെ മണിയാ, നീ വെകിളിത്തരം നിർത്തിയിട്ടൊരു വഴി പറ. ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് കുടിച്ചിടാന്ന് വെച്ചാൽ എല്ലാം ഒന്നും തൂമ്പയും പാരയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും മാന്തി കൊണ്ടുപോകും. ഒരു കാര്യം ചെയ്യും, നമുക്ക് ആ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി കൊടുത്താം. അവിടെ ആകുമ്പോൾ ആരും ചെക്ക് ചെയ്യാൻ വരുത്തില്ല. വല്ല ചാക്കിനിടയിലോ പഴത്തിനിടയിലോ കയറ്റി വെക്കാം. അത് കൊള്ളാം. മെസ് ഡ്യൂട്ടി നമുക്ക് അതുകൊണ്ട് കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കും. ഇവിടെ ഇതുപോലത്തെ ഐഡിയാസാണ് നിന്നെ ഞാൻ പ്രതീക്ഷിക്കണം. അല്ലാണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ചുമ്മാ മണാന്ന് പറയരുത് പ്ലീസ്. ഞാനിപ്പോൾ വരുന്നു. പണിയെടുത്തോ. അതേടാ ആ മതി, റെസ്റ്റ് എടുക്കാം. വരേക്ക് പണി എടുക്കടാ. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം. എവനേതാ? ഇവിടെ കണ്ടിട്ടില്ലല്ലേ, പുതിയ ആളാന്ന് തോന്നുന്നത്. വാ ഒന്ന് വാട്ടാ. ഓ ഗോഡ്, ക്രിമിനൽസ്. നീ പുതിയ ആളാണല്ലേ? യെസ്. എന്നാ മോൻ ചേട്ടന്മാർക്ക് വേണ്ടി ഒരു പാട്ട് പാടിയാ കേക്കട്ടെ. പാട്ട് പാടാനാണോ? വൈ നോട്ട്. ചന്ത വാങ്ങിത്തരം മൊന്ത, ആരാ നിന്റെ തന്ത? പാട്ട് പാടിയത് ഏതോ തൊലിഞ്ഞ പാട്ട്. തൊലിഞ്ഞ പാട്ടൊന്നുമല്ല, അതിന്റെ പുതിയ ട്രാക്കാ. എടാ എന്ന് വെച്ചാ പാട്ട്. അതൊക്കെ പോട്ടെ, നിന്റെ പേരെന്താ? വെടിയുണ്ട്. അച്ഛന്റെ പേരെന്നാ? തോക്കെന്നാ? അല്ല, വെടിയുണ്ടോന്ന് പറഞ്ഞ എന്റെ സ്റ്റേജ് നെയ്മാ. എന്റെ വാക്കുകൾ പതിക്കുന്നോട് തുറക്കും. എന്നാ പിന്നെ വല്ല തൊരപ്പെണ്ണിടാന്നില്ലേ? അതിനൊരു മാസമില്ലല്ലോ. എത്ര മാസം ഉണ്ട് ഇവിടെ? 9 മാസം. വണ്ടേ ഇവൻ നമുക്ക് പണിയാവും. ചേട്ടന്റെ പേര് വണ്ടേന്നാ, അച്ഛന്റെ പേര് ടെസ്റ്റ് വായിച്ചതാ. നിങ്ങൾ വന്നടാ, എന്താ നിന്റെ കേസ്? ഓ, വധശ്രമം. അത് ചേട്ടാ എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്താ പദം? ചെക്ക് ദിസ് ഔട്ട്. ഞാനൊരു ഫാൻ, ഉണ്ണിക്കണ്ണന്റെ ഫാൻ. പറയടാ. ചേട്ടാ ഈ മ്യൂസിക്കായിട്ട് ഉണ്ണിക്കണ്ണൻ സാറില്ലേ, ഞാൻ പുള്ളിയുടെ കട്ട ഫാനാ. പുള്ളിയുടെ ട്രാക്കും എൻ്റെ ഒരു റാപ്പ് കൂടി മിക്സ് ചെയ്ത് ഒരു പുതിയ ഐറ്റം റിലീസ് ചെയ്യുന്ന കാര്യം ചോദിക്കാൻ വേണ്ടി ഞാൻ പുള്ളിയുടെ ഒരു കോൺസേർട്ടിന് പോയി. അല്ലെങ്കിൽ പുള്ളി കൊണ്ട് കേസ് കൊടുക്കേ. ഞാൻ അവിടെ ചെന്നിട്ട് സാറിനെ കാണാൻ പഠിച്ച പണി പതിയിട്ട് നോക്കി, ഒരു രക്ഷയില്ല, അടുക്കാൻ പറ്റില്ല. അവസാനം എങ്ങനെയൊക്കെയോ ഞാൻ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലെത്തി. ഒരു നിവർത്തിയില്ലാണ്ടായപ്പോൾ ഒരു വെള്ള പേപ്പറിൽ എൻ്റെ ആവശ്യം ഒരു അപേക്ഷ പോലെ എഴുതി അവിടെ കിടന്നൊരു കല്ലി പൊതിഞ്ഞ് ഉണ്ണിക്കണ്ണ സാറിന് ഇട്ട് കൊടുത്തു. കല്ല് പോയി പിച്ച് ചെയ്ത് ഉണ്ണിക്കണ്ണ സാറിൻ്റെ വലത്തെ കണ്ണിൽ. അങ്ങനെ ഉണ്ണിക്കണ്ണൻ സാർ ഒറ്റക്കണ്ണൻ സാറേ ഫേമസ് ആവാനുള്ള എൻ്റെ ശ്രമം വധശ്രമമായി. അയ്യേ, ഇത് വെറും കല്ലേറ് കേസ്. എൻ്റെ കൈ അവിടെ ഇരിക്കട്ടെ. ഉണ്ടായിച്ചിട്ടാ കല്ലേറ് മോനെ. ഇനി ആര് ചോദിച്ചാലും വധശ്രമം എന്നൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടാ. കല്ലേറ് അത് മതി. സാറേ, എന്താ സാറേ ഒറ്റയ്ക്ക് തൂമ്പയൊക്കെ വഴിവെട്ടി വന്ന? വിളിച്ചേ, എന്താ ഇവിടെ? ഞങ്ങൾ പരിചയപ്പെടുമായിരുന്നു. പരിചയപ്പെട്ടല്ലോ. ഇനി മേലെ ഇവന്മാരുടെ കൂടെ കണ്ടുപോകരുത്. എന്താ സാർ അങ്ങനെ പറയണത്? പുതിയ കൊലയൊക്കെ വന്നിട്ടോ ഞാലിപ്പോൻ്റെ. ഉപ്പാങ്കുട്ടി ചേരടാ. നടനാണോ? ഏകദേശം. അന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചേക്ക്, ഞാൻ സമയം പോലെ വഴി വരാം. പാടോ. ബൈ ഗൈസ്. ആ വീഡിയോ എടുക്കാൻ പോയിരുന്നതേ പാപ്പി. എല്ലാവരും കണ്ണു വെട്ടിച്ചെടുത്തോണ്ട് വരണ്ടേ, സമയം എടുക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഗ്യാപ്പ് നോക്കി കണിമണ്ഡൻ സാറിനെ പോയി കണ്ട് സ്റ്റോർ റൂമിൻ്റെ കീ അങ്ങ് ഊരാ. എൻ്റെ പൊന്നുമണിയാ, ഇപ്പോഴത്തെ ഈ വേദന മാറാൻ ഒരാഴ്ചത്തെ കഠിന തടകൂട വേണ്ടി വരും. എന്നാലും ഉണ്ടയൊക്കെ ചൊങ്ങിട്ടുണ്ട് കേട്ടോ. നീര് എന്താ ഇവിടെ സ്പായ? സാർ കുനിയെന്ന് പണിയെടുക്കാൻ പറ്റാത്തോണ്ടൊന്ന് തിരുമ്മി കൊടുക്കുമായിരുന്നു സാർ. 3 ദിവസം കാണിക്കുമ്പോഴേ ആലോചിക്കണമായിരുന്നു. എന്തോ സാറേ, ഞങ്ങൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ തോന്നിയ ദിവസം. ആ മണീനും വണ്ടും ഒന്നും ചെയ്യുന്ന സാറിൻ്റെ കണ്ണി പെടാറിയില്ലേ? അതോ സാറിന് കൊളസ്ട്രോൾ കാരണം കളർ ബ്ലൈൻഡ്നെസ് ആയതാണ്? എന്താടാ? അല്ല സാറേ, ദണ്ണം കൊണ്ടാ. നിനക്ക് ഇത്ര കിണ്ണം തോന്നുന്ന അമ്മമാരെന്തോ ചെയ്തേ? ഓ, അവന്മാരെന്തോ ചെയ്യാത്തത്? സാറേ, മെനങ്ങാൻ നമ്മർക്കല്ലായിരുന്നു മെസ്സിലെ ഡ്യൂട്ടി. ഞങ്ങൾ അന്ന് ഇവിടെ മൊത്തം പട്ടിയെ പോലെ പണിയെടുത്ത് തളർന്ന് ക്ഷീണിച്ച്
ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടി നിങ്ങൾ മെസ്സിൽ പോയി. ഞങ്ങൾ അവന്മാരോട് മര്യാദയ്ക്ക് ചോദിച്ച് കടിയുണ്ടോ? അപ്പം അവന്മാർ പറയുക കടി ഉണ്ടായിരുന്നു, ഓയിൽമെൻറ്റ് തേച്ചപ്പോൾ മാറിയെന്ന്. അവൻ്റെ ഒക്കെ ഒരു കൊണച്ച കോമഡി. എനിക്കങ്ങോട്ട് ചൊറിഞ്ഞ് കയറി. എൻ്റെ കയ്യിൽ നിന്ന് തിളച്ച വാടച്ചായ എടുത്ത വണ്ടിൻ്റെ മുഖത്തേക്കോട്ട് ഒറ്റ ഒഴി. എന്നിട്ട് എന്താ അവൻ വണ്ടല്ലേ, അവൻ പാർക്കള തന്നെ കള്ളപ്പന്നി. എൻ്റെ കഷ്ടകാലത്തിന് ആ തിളച്ച ചായ പോയി ലാൻഡ് ചെയ്ത് ബാക്കിലൂടെ പോയ വാർഡിൻ്റെ മുഖത്താണ്. പിന്നെ അവിടെ നടന്നു ഒന്നും എനിക്ക് ഓർക്കാൻ ഒരു താല്പര്യമില്ല സാറേ. എന്ന് വെച്ച് മറക്കാൻ പറ്റുമോ? ഞാൻ പറയും, എനിക്ക് കുറച്ച് എണ്ണമുണ്ട്. സാറ് കേൾക്കണം. ഞാനത് നോക്കി നിൽക്കുമ്പോൾ ചായ കുളിച്ച് നിന്ന വാടൻ ഇവനെ നോക്കി തിളയ്ക്കുക. മീശയൊന്ന് തേയിലപ്പൊടിയും തൂത്തിട്ട് പുള്ളിയുടെ മൊന്തം കൈയും വെച്ച് ഇവനെ പെരടിക്കിട്ട് ഒറ്റയാടി തലയും ചുറ്റി ഇവൻ താഴെ വീണു. എന്നിട്ട് സാറിൻ്റെ അരിശം മാറിയില്ല. നിലത്തൂന്ന് ഇവനെ തൂത്തെടുത്ത് നേരെ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി. അവിടെ ഇവനെ കുനിച്ച് നിർത്തി ഇവൻ്റെ മുതുകത്ത് നെല്ല് കുത്തുന്ന പോലെ ആ സാറ് കുത്തിയത്. എൻ്റെ പൊന്നു സാറേ, ആ സ്റ്റോർ റൂമിൽ നിന്നുള്ള ഇവൻ്റെ കരച്ചിൽ സാറൊന്ന് കേൾക്കണമായിരുന്നു. മതിയെന്ന് നീ കരഞ്ഞ് പറഞ്ഞിട്ട് സാറ് നിർത്തിയോ? നിന്നെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടിയില്ലേ? എൻ്റെ സാറെ സ്റ്റോർ റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇവൻ്റെ മുതുകൊന്ന് കാണുവാൻ, അയ്യോ മുടുത്ത് തിളക്കമുള്ള 7 വലിയ നീരെങ്കിൽ നീര്. സാറിനൊരു കാര്യം അറിയോ? മെസ്സി ചെന്ന് കടി ചോദിച്ച് ഷോ കാണിച്ച് ഇവൻ്റെ കടി വാർഡൻ സാറ് തീർത്തെന്നാ ഇപ്പോഴത്തെ ഇവിടുത്തെ ജയിൽ കമ്പി. പോരാത്തതിന് ഇവൻ്റെ മുതുകത്ത് ഉണ്ട കണ്ട ഏതോ ഒരു തെണ്ടി ഇവന് ഉണ്ടപൊരിന്നൊരു പേര് വിട്ടുകൊടുത്തു. ഇന്നലെ വരെ ഗുണ്ടഹരി എന്ന് പേര് കേട്ടാ പേടിച്ച് തൂർന്നവനൊക്കെ ഉണ്ടപൊരിന്ന് കേട്ടാ ചിരിക്കുക. സാറേ ഉള്ള കാര്യം പറയല്ലോ, ഞാൻ ഇവൻ്റെ ഉണ്ട കണ്ട അത് ഉണ്ടംപൊരിയുടെ അത്ര ഒന്നുമില്ല, കൂടിപ്പോയൊരു ചെറിയ അരിയുണ്ടയുടെ അത്രയും കാണും. അങ്ങനെ അരിയുണ്ടാന്നെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. കേൾക്കുമ്പോൾ ഹരികുണ്ടാന്നെങ്കിലും തോന്നിയാനെ. ഇത് ചുമ്മാ കളിയാക്കാൻ വേണ്ടി ഉണ്ടംപൊരി. ഉണ്ടംപൊരിയാ മിണ്ടാതിരിക്കാൻ. സാറേ ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. സാർ ആ സ്റ്റോർ റൂമിലേക്ക് കീ ഒന്ന് വേണമായിരുന്നു. എന്തിനാടാ? ശർക്കര എടുക്കണം. ആ ഇപ്പം തരാം. സാറേ ശർക്കര എന്തിനാന്ന് നോക്കി? ശർക്കര എന്തിനാടാ? ഉണ്ടപ്പരി ഉണ്ടാക്കാൻ. ഉണ്ടംപുരി എല്ലാവർക്കും ഓക്കെ ആയിരിക്കുമല്ലോ സാറേ? ആ പിന്നെ ജയിലിന്റെ മെനു പ്രകാരം ഇന്ന് വൈകുന്നേരത്തെ കടി ഉണ്ടംപുരിയാണ്. എന്ത് ചെയ്യാൻ പറ്റും സാറേ? ഉണ്ടപ്പരി വേണ്ടാത്തവർക്ക് നമ്മൾ വേറൊരു ഐറ്റം ഉണ്ടാക്കും, പൊരി ഉണ്ടാ. നമുക്കത് വേണ്ട. എന്നാ സ്പൈസി ആയിട്ട് അടിച്ചാലാട്ടാ പെരി പെരി ഉണ്ടംപുരി. അതൊന്ന് പറഞ്ഞു നോക്കണം. എല്ലാവർക്കും ഒറ്റ ഐറ്റം മതി. ബേക്കറിയാ? അപ്പൊ എല്ലാവർക്കും ഉണ്ടപ്പരി മതി. പിന്നെ അതിനെന്തിനാ സാർ ചിരിക്കണ? പൊക്കെ അവിടെ നിന്ന് മനുഷ്യർ ചിരിപ്പിക്കാൻ പൊക്കെ. ഞാനെന്തോ ചെയ്യോടാ? നീ എന്താ ടെൻഷൻ അടിക്കുന്നത്? നിനക്കുള്ള ഉണ്ടപ്പൊരി കൂടെ ഞാൻ പോയിക്കൊണ്ട് വരുന്നില്ലേ? നിന്റെ അമ്മൂമ്മയുടെ പൊരി. എടാ കഴുതേ, ആ ഉണ്ടപ്പൊരി കേസ് അവന്മാരുടെ ചെവി വരെ എത്തി. അവന്മാരുടെ ചെവിവരെത്തിന്നാ? എടാ അവന്മാരുടെ വായിന്ന് ആ കേസ് ആദ്യമേ തുടങ്ങിയത്. എടാ നിനക്ക് ഉണ്ടമ്പുരി എന്നുള്ള പേരിട്ട അവന്മാരാണ്. അവന്മാര് പറഞ്ഞു ഉണ്ടമ്പുരി കഥ കേട്ടിട്ടില്ല? സുഗുണ സാർ നല്ല ചിരിച്ചിരിച്ച് വയറുള്ളിക്കിട്ട് വന്നിട്ടില്ലെന്ന് ലീവാണ്. എന്താ കിണിച്ചോണ്ടിരിക്കണേ? അല്ല സാർ ഇവന്മാര് പണിയെടുക്കണം വേണ്ടി നോക്കാൻ വേണ്ടി വന്നാ സാർ. എടാ ഇവിടെ പിന്നെ ചെയ്യാം. ആ മെയിൻ പ്രോഗ്രാം നടന്നിടത്തല്ലേ ആദ്യം ചെയ്യേണ്ടത്. ഇതിനകത്ത് ഒരുത്തന്നെ വിളിച്ചോണ്ട് പോയി അത് ആദ്യം ചെയ്യിച്ചേ. എടാ നീ വന്നേ, നമുക്ക് അപ്പുറത്തേക്ക് ക്ലീൻ ചെയ്യാം. മതി ഇവിടെ കിടന്ന് വഴി വെട്ടിയത്. വാ അളിയാ, ഞാൻ ആ യൂണിഫോം എടുത്ത് ജീപ്പിൻ്റെ അടി വെച്ചിട്ടുണ്ട്. അത് കലക്കിയളയാ. അളിയൻ്റെ പ്ലാൻ പറ. നീ പിടിച്ചേ. നമ്മുടെ വാർഡൻ ഉച്ച കഴിഞ്ഞ് ഇൻസ്പെക്ഷന് പോണ ഗ്യാപ്പിൽ നമ്മൾ ഈ സ്പെയർ കീ വെച്ച് വാർഡൻ്റെ റൂമിൽ കയറുന്നു. വാർഡൻ്റെ ജീപ്പിൻ്റെ കീ അടിക്കുന്നു. മനസ്സിലായി. ആരെയും കാണാണ്ട് നമ്മൾ വാർഡൻ്റെ റൂമിൽ കയറുന്നു. എന്നിട്ട് വാർഡൻ്റെ ജീപ്പിൻ്റെ താക്കോൽ എടുക്കുന്നു. എന്നിട്ട് അതേ ജീപ്പിൽ നമ്മൾ പുറത്തേക്ക് ചാടുന്നു. കറക്റ്റ്. അപ്പൊ ഈ ജീപ്പിനടി വെച്ച യൂണിഫോം എന്തിനു? മനസ്സിലായി. നമ്മൾ പുറത്ത് പോകുന്നു, ആ യൂണിഫോം എടുത്തിടുന്നു, അടുത്ത ജംഗ്ഷനിൽ നിന്ന് 10 വണ്ടിക്ക് കൈയടിച്ച് വണ്ടിപ്പേര് ഉണ്ടാക്കി ആ കാച്ച് നമ്മൾ എസ്കേപ്പ് ആവുന്നു അല്ലേ? എടാ പോഴാ, പുറത്ത് പോയിട്ടല്ല യൂണിഫോം മാറണത്. എടാ ഈ കുപ്പായിട്ട് നമുക്ക് പുറത്ത് കാണാൻ പറ്റുമോ? ഇവിടെ നിന്ന് തന്നെ നമ്മൾ പോലീസ് യൂണിഫോമിലേക്ക് മാറുന്നു. ജീപ്പിൽ കയറി വെച്ചടിച്ച് പോകുന്നു. ഗേറ്റിൽ അവർ കൈ കാണിക്കും. വാർഡൻ്റെ വണ്ടിയല്ലേ, ലൈറ്റ് അടിച്ച് കാണിച്ചാൽ മതി, അവർ വിട്ടോളൂ. പൊളി. എന്തോ ഒരു മിസ്സിങ് ഇല്ലേ അളിയാ? യോ നമ്മുടെ ഈ താടി പ്രശ്നമാകത്തില്ലേ? നീ ചോദിക്കുന്നു എനിക്കറിയായിരുന്നു. താടിക്ക് വേണ്ടി വേറൊരു കിടിലിന് ഐഡിയ കണ്ടുവെച്ചു. ഉണ്ടാ? അപ്പൊ അത് സെറ്റ്. എന്നാ വാ നമുക്ക് ഈ താക്കോൽ എടുക്കാം. നീര് തന്നെ താക്കോല് നീ പോയി എടുക്കണം. ഞാൻ ഒറ്റയ്ക്കാ. എടാ 4 മണി ചായക്ക് മുമ്പ് ഇതൊക്കെ കഴുകി അവിടെ കൊണ്ട് വെക്കാനുള്ളതാണ്. ഞാനിവിടെ നിന്ന് മാറുന്ന സീനാവും. അളി എന്നാലും ഞാനിത് ഒറ്റയ്ക്ക്. നിനക്ക് ജയിലിൽ ചാടണോ? വേണം. എന്നാൽ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. എടുക്കാം. എന്നാൽ വേഗം പോയി താക്കോലടിച്ചിട്ട് 1/2 മണിക്കൂറിനകം ബി ബ്ലോക്കിനടുത്തേക്ക് വാ. ഞാൻ അവിടെ കാണും. അപ്പം ബി ബ്ലോക്കിനോട് വെച്ച് കാണാം. എടാ പാപ്പി, നീ ഇവിടെ എന്താ കാണിക്കണ? ഞാനേ ഒരു ഓസ് തപ്പണായിരുന്നു. ഓസാ? എടാ സാധനം കിട്ടിയാ? എടാ 2 കിട്ടി, പക്ഷെ ഒരെണ്ണം മിസ്സിങ്. മിസ്സിങ്ങാ? ഒരെണ്ണം പാത്തിയിൽ പോയി. പാത്തിയാ? ഏത് പാത്തി? എടാ ഈ പാത്തിയിൽ
ഇതിപ്പോ തോന്നുന്നു എനിക്കറിയാൻ പാടില്ല. ഇതിപ്പോ എന്ത് ചെയ്യാനാണ്? ഒരു ഓസ് കിട്ടിയാറുണ്ടല്ലോ, കുറച്ച് വെള്ളം കൊടുത്ത് അതിനകത്ത് ഒഴിച്ചിട്ട് അപ്പം അത് അങ്ങോട്ട് പോയി ഇതെവിടെ നിറക്കും. ഇവിടെ പൊട്ട അപ്പൊ ബീഡി താഞ്ഞ പോലെ. നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം. ഒരു കാര്യം ചെയ്യും, വാർഡന്റെ റൂമിന്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് ഉണക്ക്. എന്നിട്ട് 2 പോലീസുകാരൻ ഡ്യൂട്ടിക്ക് ഇട്. അവർ നിൽക്കുവോ? ആരെങ്കിലും വരണേനും പെട്ടെന്ന് കയറി എടുക്കാന്ന്. എങ്ങനെ എടുക്കാനാണ്? ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ പൊക്കാം, നീ ഇവനെ പൊക്ക്. എന്നിട്ട് നമ്മളെ പോലീസ് പോക്കാനാ? കേറടാ ഒന്ന് പൊക്കട്ടെ വേണ്ടേ? പെട്ടെന്ന് തട്ടി തൊള്ളക്കേറ്റ്. എന്താണ് മൂന്നര പരിപാടി? സാറേ ഞങ്ങൾ അമ്മയും മോനും കളിക്ക് വരുന്നത് അല്ലേ അമ്മേ? സംഭവം ഒന്നുമല്ല സാറേ, ഇത് പാത്തിക്ക് ബലമുണ്ടോ നോക്കിയായിരുന്നു. ലാത്തിക്ക് ബലമുണ്ടെന്ന് കാണിച്ചിട്ടെ. വേണ്ട സാറേ. അല്ല സാറേ, പാത്തി ലാത്തിയല്ല പാത്തി. സാർ ഇത് മറ്റേ ലാലേട്ടൻ പരസ്യമാണ്, യൂറോ കാർഡല്ലേ? കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇന്ത്യ മൊത്തം ഉണ്ടറാ. ഞാൻ ഇത് തൂങ്ങിക്കിടന്ന കഥ പറഞ്ഞിട്ട് ഇവന്മാര് വിശ്വസിക്കണില്ല, പുൾവടിക്കായിരുന്നു. തൂങ്ങിക്കിടന്നത് മതി. കഥ സാറൊന്ന് കേൾക്കണം. കഥ ഇറക്കാൻ നോർത്ത് ഈസ്റ്റിലാണ്. അന്ന് ഞാൻ പാൻറ്റിയും കള്ളനായിരുന്നേ. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ചിറാപ്പുഞ്ചി മഴയത്ത് സാറിന് അറിയാലോ, നിർത്താതെ പാടിക്കൊണ്ടിരിക്കും, അല്ല പെയ്തോണ്ടിരിക്കും. ഞാൻ നോക്കുമ്പോൾ ഒരു നിലാവഞ്ചി. ഞാൻ തുഴഞ്ഞ് അക്കരെ എത്തിയപ്പോഴേക്കും ഒരു ഓടിട്ട വീട് നേരെ വലിഞ്ഞ് മേളിൽ കയറി. ചിറാപ്പുഞ്ചി മഴയല്ലേ സാറേ, കാല് തന്നെ പൊത്തക്കടോന്ന് പറഞ്ഞ് താഴെ വീഴാൻ പോയപ്പോഴത്തേക്കും നേരെ കയറി പിടിച്ച പാത്തിയിൽ. എന്നിട്ടെന്താ, ഒരു നോർത്ത് ഈസ്റ്റുകാരൻ ഓടി വന്ന് അയാൾ നോക്കുമ്പോൾ ഞാൻ പാത്തിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കണം. ഇയാൾ അപ്പം തന്നെ അന്ന് തന്നെ പാത്തയോ അപ്പത്തി തേ കൂന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടി. അവസാനം പോലീസ് വന്നു. പിന്നെ അറിയാലോ സാറേ, നിങ്ങളെപ്പോലെ പാവങ്ങളൊന്നുമല്ല, വെറുതെ പിടിച്ചിരിക്കും അവിടുത്തെ പോലീസുകാർ. സാറേ ഇതെപ്പോഴാ പഠിപ്പിച്ച? ഇന്നലെ എന്തേ? ഈസി ഇൻസ്റ്റാൾമെന്റ് ആയിരുന്നല്ലേ? ഇൻസ്റ്റലേഷൻ എന്നാണ് ഉദ്ദേശിച്ചത് സാറേ, അൺഎഡ്യൂക്കേറ്റഡ് തീഫ്. ആരോട് വെച്ചിട്ടാ വെച്ചേ? എന്താ അല്ല സാറേ, ഗവൺമെന്റിന്റെ വകയാണോ അതോ സാറേ ഒന്നുമില്ല സാറേ? നിനക്ക് അപ്പുറത്ത് പണിയില്ലേ? എൻ്റെ സാറേ പോവായിരുന്നു. നടക്ക് പാടത്ത് വേറെ മണിയാ. ആരാന്ന് മനസ്സിലായോ? ഇവിടെ പിന്നെ ഇതാരാണെന്ന് മനസ്സിലായോ? അതറിയാം. ആരാ? ഞാനാ. ഇതാരാണെന്ന് മനസ്സിലായോ? ഇതാരാന്ന് സാറിന് അറിഞ്ഞൂടെ? എനിക്കറിയാം, തനിക്കറിയാമെന്ന് പറ. അതൊക്കെ നടക്കും സാറേ. എടോ, ഈ പ്രതിമ ആരുടേതാണെന്നാണ് എൻ്റെ ചോദ്യം. പേര്? വിജി തമ്പിദളവ. ആര്? ചരിത്രം അറിയത്തില്ലെങ്കിൽ അറിയില്ല സാറ് വരാ. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹമാണ് സർ വില്യം ഹാർബർ. ഓ, എൻ്റെ നാക്കിൻ്റെ തുമ്പത്തുണ്ടായിരുന്നു. അത് തുപ്പൽ, ഇത് വില്യം ഹാർബർ. പണ്ട് കളവനാടെന്നറിയപ്പെടുന്ന ഈ നാട്ടുരാജ്യത്തിൻ്റെ ശില്പിയും അതിപ്രഗത്ഭനായ ആർക്കിടെക്റ്റും വൈസ്രോയിയുമായിരുന്നു ഇദ്ദേഹം. ഇതെല്ലാം പണികഴിപ്പിച്ച ഇദ്ദേഹമാണ്. ഈ ജയിലാ? ഇത് ജയിലായത് 1958. അതിനു മുന്നേ ഇത് ഹാർബറുടെ ആയുധപ്പുരയായിരുന്നു. ഇത് മാത്രമല്ല, ഇവിടെയുള്ള പ്രധാനപ്പെട്ട റോഡുകൾ, ആരാധനാലയങ്ങൾ, കളവനാട് തൂക്കുപാലം, മ്യൂസിയം, സൂ, ഡാമുകൾ എല്ലാം ഇയാൾ പണികഴിപ്പിച്ചതാണ്. പണ്ട് മറ്റ് നാട്ടുരാജ്യങ്ങൾ ചേർന്ന് കളവനാടിനെ ആക്രമിച്ചപ്പോൾ വലിയ രഹസ്യ തുരങ്കങ്ങൾ ഉണ്ടാക്കി യുദ്ധതന്ത്രം മെനഞ്ഞ് കളവനാടിനെ സംരക്ഷിച്ച ഇദ്ദേഹമാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ എൻ്റെ കൂട്ടാളികൾ തടയുന്നുണ്ടെങ്കിൽ എൻ്റെ വാൾ അതിന് നേരെ ശബ്ദിക്കും എന്ന ഫേമസ് കോട്ട് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കോട്ട് ഇല്ലല്ലോ. എന്നാൽ അങ്ങനെ ഒരു കോട്ടുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ കോട്ട. ഓ, ഇതാണോ ആ കോട്ട്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയോടൊപ്പം നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ബ്രിട്ടീഷുകാരനായ ഇന്ത്യക്കാരനായിരുന്നു ഇദ്ദേഹം. എങ്ങനെ? ഈ ബ്രിട്ടീഷുകാരുടെ കൂടെ കളിച്ച ഇന്ത്യക്കാരൻ്റെ കൂടെ വന്ന ബ്രിട്ടീഷുകാരനായിരുന്നു ഇന്ത്യക്കാരൻ. മാങ്ങാത്തൊലി. ഇന്ത്യൻ ബാർബർ, ഫോറിൻ ബാർബർ, വില്യം ഹാർബർ. സാർ, ഞാൻ സംശയം ചോദിച്ചോട്ടെ, ഇത്ര വിവരവും വിദ്യാഭ്യാസവും വായത്താളുള്ള സാർ ഇങ്ങനെ ജയിലിലായ അല്ല എൻസൈക്ലോപീഡിയ മോട്ടിച്ചേനാ? അല്ല, കൊലപാതകം. മനുഷ്യനല്ല, പിന്നെ മനുഷ്യനേക്കാൾ വിലയുള്ളൊരു സാധുജീവി, നമ്മുടെ ദേശീയ മൃഗത്തെ. കരടിയ? കടുവ. സാർ കടുവയെ കൊന്നാ? ഞാൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു രാത്രിയാണ്. സത്യമംഗലം കാടുകളിൽ കലമാലുകളുടെ കൊമ്പുകൾ വരുന്നൊരു ഫംഗസിനെ പറ്റി റിസർച്ചിന് ശേഷം ഞാൻ കാട്ടിൽ നിന്ന് എൻ്റെ ജീപ്പിൽ റിവേഴ്സ് എടുത്ത് തിരിച്ച് മടങ്ങുകയായിരുന്നു. പെട്ടെന്ന് ജീപ്പ് എന്തിലോ കയറി. കല്ലാണെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ അത് കല്ലല്ലായിരുന്നു. 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകടുവ. വിഷമിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഷി വാസ് പ്രഗ്നൻറ്റ്. എനിക്ക് പറ്റിയൊരു കയ്യബദ്ധം. ഞാൻ ആ റിവേഴ്സ് എടുക്കുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. ഓ, അങ്ങനെ. സാറും എന്നെ പോലെ അപ്പോൾ അറിയാതെ ചെയ്ത കുറ്റത്തിനകത്തായതാണല്ലേ? കുറ്റം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അറിഞ്ഞു അറിയാതെ എന്നാൽ പ്രസക്തിയില്ല. ശിക്ഷ അനുഭവിച്ചേ മതിയാവും. ട്രൂ ദാറ്റ്. അനിയ, ഈ സാധനം ഒന്നും ഇങ്ങനെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയരുത്. ഇതിങ്ങനെ ചവിട്ടിക്കഴിഞ്ഞാൽ നേരെ വന്ന് മോന്തക്കിടിച്ച് കഴിഞ്ഞാൽ ബോധക്ഷയം വരെ സംഭവിക്കും, അറിയോ?
നമ്മുടെ അശ്രദ്ധ ആർക്കും ഒരു വിനയാവരുത്. ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, പെട്ടെന്ന് വെട്ടിക്കോ, ഇല്ലെങ്കിൽ നല്ല പെട കിട്ടും. അത് ശരി, അതുകൊണ്ട് ആദ്യം പറയാം. അന്നേരം സൗണ്ട് കേട്ടെ. നിന്റെ അട്ട എവിടെ പോയി? തല എവിടെ? നീ എന്ത് ഇവിടെ? അല്ല സാർ, അവിടുത്തെ പണി കഴിഞ്ഞ് അപ്പൊ ഇങ്ങോട്ട് വന്നോളാൻ പറഞ്ഞു. ആ ഞാനൊന്ന് പോയിട്ടേ വൈകിട്ട് വരാം. ഇവിടുത്തെ പണി കഴിയുമ്പോൾ 2 എണ്ണം നേരെ അങ്ങോട്ട് പോക്കണം. ശരി സാർ. ആ വിഷയമാ എന്താ പോയാ ഒരെണ്ണം കത്തിക്കട്ടെ, ഞാൻ പറയാം. കാര്യം പറ, പിന്നെ കത്തിക്കാൻ ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യം പറയടാ. എടാ, നീ പെട്ടെന്ന് തന്നെ ഒരു ഹർജി കൊടുത്തോ, നിന്റെ ശിക്ഷ വധശിക്ഷയാക്കാൻ. എടാ, ഈ നാണക്കേടൊക്കെ സഹിച്ച് നീ ജീവിക്കുന്നതിലും ഭേദം തൂങ്ങിച്ചാവുന്നാടാ. എടാ, അമ്മാതിരി കഥ അവന്മാർ അടിച്ചിറക്കിക്കുന്നത്. പാരടി പാട്ടൊക്കെ ഉണ്ട്, കേൾക്കണം. വേണ്ട, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഇവിടുന്ന് ചാടി രക്ഷപ്പെട്ട് നീ എങ്ങോട്ടെങ്കിലും പോകും. ഓ, അങ്ങനെ രക്ഷപ്പെട്ട് പോയാലും നിനക്കൊരു ജീവിതം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? എടാ, ഇന്നലെ പരോള് കിട്ടിപ്പോയ മറ്റേ വാവളിപ്പം വൈശാഖില്ലേ, അവനോടൊക്കെ ഇവര് കഥ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവൻ ഉറപ്പായിട്ട് ലോകത്തുള്ള എല്ലാരോടും ചെന്ന് ഇപ്പൊ ഇത് ഫ്ലാഷ് ആക്കിയിട്ടുണ്ടാവും. ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നിനക്കൊരു കരിയർ ഉണ്ടാവും നീ വിചാരിക്കണ്ട. ഉണ്ടപ്പൊരി എന്ന് പേരുള്ള ഒരു ഗുണ്ടയ്ക്കും ആരും കൊട്ടേഷൻ തരാൻ പോകുന്നില്ല. അയ്യോ, എന്റെ അധോലോക സ്വപ്നങ്ങൾ, എന്റെ പ്ലാനിങ്സ്, എന്റെ ഗ്യാങ്, ഇനി ഞാൻ എന്ത് ചെയ്യൂടാ? നിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ച് നിനക്ക് വേണ വല്ല തട്ടുകടയോ ബജ്ജിക്കടയോ ഒക്കെ ഇട്ട് രക്ഷപ്പെടാം. ഒരുത്തനെ ഞാൻ വെറുതെ വിടത്തില്ല. എടാ, വിടരുത്. പിടിച്ചവന്റെ ഒക്കെ എല്ലൂരി ഞാൻ പഴംപൊരി ഉണ്ടാക്കും. ആ ബെസ്റ്റ്. എടാ, അങ്ങനെ കാണാൻ ചെയ്താ വാട നിന്നെ പിന്നെ കുടിച്ചു നിർത്തി കുത്തത്തില്ലേ? നിന്റെ മുതുകത്ത് ഉണ്ടയുടെ എണ്ണം കൂടും. ഉണ്ടല്ലടാ പൊരി, നീര്. ആ, നീരെങ്കി നീരും. എടാ, പേരൊന്നുകൂടെ കയറി സ്ട്രോങ് ആവും കേട്ടോ. അപ്പൊ ഇനി നമ്മൾ എന്തോ ചെയ്യും അവന്മാരെ? എടാ, നീ എന്താ അവന്മാരെ തല്ലണ്ടേ? ആ വാടന്റെ അവന്മാർക്ക് നല്ല ഉഗ്രം തല്ലു പണിച്ചു കൊടുക്കണോ? നിന്റെ മുതുകത്ത് വീണതിനെ കണ്ടി 10 ഉണ്ട കൂടുതൽ അവന്മാരുടെ മുതുകത്ത് വീണം. അതെങ്ങനെ? അതിനുള്ള ബുദ്ധിയാണ് ഇപ്പൊ ആലോചിക്കണ്ടേ. ആലോചിക്ക. കിട്ടിയാ? ഇവിടെ വീടിക്കച്ചവടം നടത്തുന്ന അവന്മാര്. അതെ, അതിന് വാടൻ കയ്യോടെ പൊക്കിയാലോ? എടാ, അത്രക്കൊക്കെ വേണോ? ഇവിടെയുള്ള പാവങ്ങളുടെ പുകവലി മുട്ടിച്ചോണ്ട് വേണോ നമുക്ക് സന്തോഷം? നമ്മൾ ആലോചിച്ച വേറെ നല്ല അടിപൊളി ഐഡിയ കിട്ടൂലേ? എടാ, വർഷങ്ങളായിട്ട് എന്റെ ചോരയും നീരും കപവും മൂത്രവും ഉരുക്കി ഉണ്ടാക്കിയതാടാ ഈ ഗുണ്ടഗരി എന്നുള്ള പേര്. അതിനേക്കാളും വലുതല്ലല്ലോ നിന്റെ കൊണച്ച വീടി. അവന്റെയൊക്കെ കട്ടയും പടവും ഞാൻ മുടക്കും. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഞാൻ അവന്മാരെ മനസ്സിലാക്കി കൊടുക്കും. മാറി നിക്കടാ ചൂലേ. കളഞ്ഞിട്ട് വാടാ. നാക്ക്. ഓ ഷിറ്റ്. അളിയാ വന്നേ. താക്കോലിട്ടിയ അളിയാ പ്ലാൻ മൊത്തം പാളി. എന്തു? ആ വാർഡൻ ഇൻസ്പെക്ഷനിൽ പോയിട്ട് ഉണ്ണാൻ പോലും പോയിട്ടില്ല. പുള്ളി ഒരു ക്യാരറ്റും കടിച്ചു പിടിച്ച് ആ റൂമിനകത്ത് തന്നെ ഇരിക്കുക. പുള്ളി ഡയറ്റ് ആണ് പോലും. നമ്മൾ താക്കോൽ എങ്ങനെ എടുക്കും ഇനി? എങ്ങനെ എടുക്കോളിയാ താക്കോല്? എന്നോടാ? നീ ടെൻഷൻ അടിക്കല്ലേ, നമുക്ക് പ്ലാൻ നാളത്തേക്ക് മാറ്റിയാലോ? എന്റെ വാരിക്കുന്ന കേക്കല്. ലോണ്ടറി ഡ്യൂട്ടി എനിക്കാണ്. ലോണ്ടറി എടുക്കാൻ അവരിപ്പോ വരും. വരുമ്പോ ആ യൂണിഫോം കണ്ടില്ലെങ്കിലേ എന്നെ അവര് പൊക്കും. എന്നെ പൊക്കറിയില്ല, അളിയെ ഞാൻ താക്കും. നീ ഒരു പൊടി കടങ്ങടാ, ഞാനൊന്ന് ആലോചിക്കിട്ട്. ഒന്നെങ്കിൽ അവന്മാര് ഇല്ലെങ്കിൽ നമ്മള് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ മതി. അളിയാ, അവന്മാരുടെ പോക്ക് കണ്ടിട്ട് എന്തോ വള്ളി പിടിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ എന്തെങ്കിലും കച്ചറ ഉണ്ടായി കഴിഞ്ഞാൽ വാടൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങും. നോക്കാം. സാനോട് എടാ, അവിടെ തന്നെ വീണെന്ന് നിനക്ക് ഉറപ്പാണ്? മണ്ടയ്ക്കാണ് ബോൾ വീണത്. അങ്ങനെ പാത്തി കാണും. എടാ, പാത്തിയിലെന്ന് പറയുമ്പോൾ ബിൽഡിങ്ങിന്റെ ആ സൈഡ് ഈ സൈഡാ? ഈ സൈഡാണ് ആ സൈഡാണെന്ന് ചോദിച്ചാല് എന്തെങ്കിലും ഉറപ്പിച്ച് പറയടാ. ഉറപ്പിച്ച് പറഞ്ഞ എനിക്ക് ഉറപ്പില്ലെന്ന് പറയാൻ പറ്റുള്ളൂ. പോയി നോക്കേണ്ടി വരും. അങ്ങനെ ഒരു കാര്യം ചെയ്യും, നീ അവിടെ പോയി പ്ലാങ്ങി നിൽക്ക്. ആ പോലീസുകാരൻ മറുപടി നൈസായിട്ടൊന്ന് കയറി നോക്ക്. നമ്മളിതുകൊണ്ട് ഒളിപ്പിച്ചിട്ട് വരാം. എന്നെ കണ്ടില്ലെങ്കിലേ നോക്കാൻ വേണോട്ടോ. വാ പോവാം. ഞാൻ നിശ്ചയം വിളിട്ട് വരാം. ആ. ഇവിടേക്ക്.
ഈ 10 പിടിച്ചേ. ആ. ചപ്പിപ്പോയി. അയ്യേ സിമ്പിൾ കാച്ച്. ആഹാ. മണിയാ. ഇട്ടോ എങ്ങനെ ഇങ്ങനെയോ എങ്ങനെ വേണമായിരുന്നു ഹരിയേട്ടാ? ഹരി ഏട്ടാന്ന് മര്യാദക്കുട്ടന്മാര് വന്നേക്കുന്നു. ഏട്ടന്റെ 28 നടത്തിയിട്ട് നീയൊക്കെ ഇവിടെ പന്ത് കളിച്ച് നടക്കുമല്ലടാ. നിങ്ങൾക്ക് കളിക്കണോ? കളിച്ചോ. അങ്ങനെയാണെങ്കിൽ ഹരിയേട്ടന് സുഖം ഒരു ടീം, ഞങ്ങൾ ഒരു ടീം. നിങ്ങൾ ആദ്യം ബാറ്റ് ചെയ്തോ. ബോൾ പിന്നെ നീയൊക്കെ പറയുന്ന കളി കളിക്കാനല്ല നമ്മളിവിടെ നിൽക്കുന്നത്. നമുക്ക് ഏറുപന്താ ഇഷ്ടം. അതെ, കളിക്കുന്ന ഏറുവന്ത് ഓക്കെ അല്ലേ? എറിഞ്ഞോ എത്ര വേണേ എറിഞ്ഞോ. എറി. എന്റെ ഏറ് നീയൊക്കെ താങ്ങോടാ ചൊക്ലി പട്ടികളെ. പല്ല് കടിച്ച് പൊട്ടിക്കാൻ അവരെ തലയെറിഞ്ഞ് പൊളിക്കണം. എടോ മരമണ്ടോ 6 മണ്ടക്കിട്ടാണ് എറിഞ്ഞത്. നിനക്കെന്താ അവന്മാരെ അറിയുമ്പോ എപ്പോഴും ഉന്നം തെറ്റുന്നത്? എനിക്കറിയത്തില്ല, ഈ തെണ്ടികളെ കാണുമ്പോൾ മാത്രം എന്റെ മുന്നം മറന്ന് തെന്നി പറഞ്ഞ് പോവന്നേ. ഞാൻ പോയി വാടന വിളിച്ചോണ്ടോട്ടെ. നീ ഒന്നടങ്ങ്. ഈ കച്ചറ മൂത്ത ഒരു അടി പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഏരിയയിലുള്ള പോലീസുകാർ മുഴുവൻ ഇങ്ങോട്ട് വരും. ആ ഗ്യാപ്പിൽ നമുക്ക് രക്ഷപ്പെടാം. ഗുഡ് പ്ലാൻ. ആ കിട്ടും പൊട്ടിച്ച്. അയ്യോ ഡിങ് ഡിങ് ഡോ അടിയടാ പൂരം ചമ്മന്തി. എടാ ചമ്മന്തി അരച്ചോണ്ടിരിക്കാൻ പോയ ബോളിട്. വെയിറ്റ് ഇട്ടൊന്നോ. നീയൊക്കെ ഈ പാവം മഹാരാജാവിന്റെ തലയെറിഞ്ഞ് പൊട്ടിക്കോടാ. ആരവിടെ ഇവന്മാരെ കൊണ്ട് നല്ല ഇടി ഇടിക്കൂ. ഇത്രയ്ക്ക് തെണ്ണം വരെ നീ ബാഹുലരാടാ. നിന്റെ അമ്മൂമ്മയുടെ നായരോ? അല്ല തന്നെ ഈ കാറ്റിനകത്ത് കാടും പടലേ മൂടി കാക്കയും തൂറി കിടക്കുന്ന ഈ തൊലിഞ്ഞ പ്രതിമ എന്താവാനാണ്? തൊലിഞ്ച പ്രതിമേ, ഈ മാനായ മനുഷ്യനെ ആരാന്ന് അറിയണോ നിനക്കൊക്കെ? അറിയില്ല. നീ പറ, നിനക്കറിയല്ലോ, പറ. അതിപ്പോ മോഹം കാണാതെ എങ്ങനെ ആളെ പറയുന്നത്? കിടക്കുന്ന മോഹം നോക്കിട്ട് പറടാ. അയ്യ ചമ്മി പറയടാ. സാധനം കിട്ടി, പറഞ്ഞു കൊടുക്കണം അങ്ങോട്ട്. ഇനിയിപ്പോ പറഞ്ഞ എന്താ കാര്യം? തല പോയില്ലേ? ആരായാലും എന്താ? ഞാൻ പറയാം. ഇന്ത്യക്കാരായത് ഇന്ത്യക്കാർക്ക് വേണ്ടി പോരാടിയ ബ്രിട്ടീഷുകാരനായ ഇന്ത്യക്കാരായിരുന്നു സർ വില്യം ബാർബർ. തലേന്തി ഹെഡ്സ് ഓഫ്. അയ്യോ, ഇത് പുള്ളിയുടെ പ്രതിമയായിരുന്നോ? എന്നാ തീർന്നടാ, നീയൊക്കെ തീർന്നത് വിഷയമാവും. നീ ബാർബറിന്റെ തല വെട്ടിയല്ലടാ? ആ വെട്ടടാ, വെട്ടും. വേണം നീ ആ തല കൊണ്ടുപോയി തലക്കറി വെച്ചോ. അല്ലേ തന്നെ നീയൊക്കെ പറയുന്ന ആര് വിശ്വസിക്കാനടാ? ഞങ്ങളത് ചെയ്തേന്ന് തെളിയിക്കാൻ നിന്റെ കൈ തെളിവൊന്നുമില്ലല്ലോ. തെളിവില്ലടാ, സാക്ഷികളുണ്ട്. നമ്മൾ 4 പേരും. ചേട്ടന്മാരെ, ഞാൻ ഇതൊന്നും മറച്ചു പിടിക്കുന്നില്ല. ഇതിന്റെ പേര് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത് പ്ലീസ്. സത്യം ഞാൻ പറയാം. ഞാൻ കണ്ടാ ഈ പുള്ളി ബോൾ എടുത്തറിയുന്നത്. അടുത്ത സാക്ഷി. ഇവനൊക്കെ ഏതാ? നിന്നെ ആരാണ് ഇപ്പൊ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വിട്ടത്? ഞാനാടാ ഉണ്ടാക്കിയത്. ഓ, രാവിലെ കൊണ്ടുപോയി ശർക്കര കുഴച്ചുണ്ടാക്കിയതായിരിക്കും ഇവനെ. അതേടാ, ഇവൻ എന്റെ ശർക്കര കുട്ടനാ. നാണമില്ലോ ചേട്ടാ. ചെയ്യുന്നൊക്കെ പറഞ്ഞാ പോരെ. ഞാൻ സത്യത്തിന്റെ ഭാഗത്ത് മാത്രമേ നിൽക്കുള്ളൂ. ആവശ്യമില്ലാത്ത കയറി സത്യം പറയാൻ നീ ആരാടാ? വെടിയുണ്ടാ? ആണോ? എന്നാ ഞാൻ ഹരികുണ്ട. നൈസ് ടു മീറ്റ് യു. അടുത്ത കേസ്. പ്രതിമ പൊട്ടിച്ചാൻ പോരാ, ദൃക്സാക്ഷി അടിച്ച് ബോധം കെടുത്തി. നിനക്കൊക്കെ ഇന്ന് നല്ലോണം കിട്ടുവിടാ. മുതുകത്തെ ഇന്ന് സുഖേനായിരിക്കും വരാൻ വന്ന്. നല്ല സുഖമായിരിക്കും. അതിനു മുന്നേ നിന്റെയൊക്കെ എല്ലൂരി ഞാൻ പഴംപൊരി ഉണ്ടാക്കൂടാ. ആടാ, നമ്മൾ തന്നെ പൊളിച്ചേ. ആദ്യം നീയൊക്കെ തെളിയിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ പിടിച്ച് അങ്ങ് ജയിലിടാ. എന്താ പണിയാ? എന്താ പ്രശ്നം? എന്റെ പൊന്നു ജോസഫേട്ട, ഈ പ്രതിമ ഉണ്ടായി ഇവന്മാരറിഞ്ഞ് പൊട്ടിച്ചാണ്. എന്നിട്ട് അതിന് സാക്ഷി പറയാമെന്ന് പാവം വെടിയുണ്ടേനെ അടിച്ച് ബോധം കെടുത്തതേ. പതിച്ചടം തുറന്ന് പോയാ എങ്ങാടെങ്കിലും പോട്ടെ. എന്നിട്ട് ഇവന്മാരെ മുട്ടൻ ഷോയനെ. അത് ശരി, തോന്നിയാസം കാണിച്ചതും പോരാ, ഗുണ്ടായിസോ എന്നിവിടെ നടക്കൂലട്ടാ. നീർക്കോലി, നീ ആരാ ഇവിടുത്തെ മൂപ്പനാ പ്രശ്നങ്ങൾ തീർക്കാൻ? അതെ, ഇത് നമ്മളും അമ്മമാരും തമ്മിലുള്ള പ്രശ്നം. നിനക്കൊക്കെ അവിടെ പാത്രം കഴുകയല്ലേ, അവിടെ പോയി വരക്കി പോടാ. ഏടാ ഭീഷണിയാണാ? അതേടാ ഭീഷണിയാടാ. ഭീഷണിയാണെ പ്രശ്നമാവേ ലേളിയാ. ഹലോ, ഇവിടെ കൂടെ നിൽക്കുന്ന അനിയന്മാരെ എനിക്കൊരു 2 മിനിറ്റ് തരണം. അടുത്ത ആഴ്ച മന്ത്രി വരുമ്പോൾ എൻ്റെ പുസ്തക പ്രകാശനം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ തടവും ഒന്ന് മാറി. ഇത് ഞാൻ എവിടെയോ കണ്ടു. ആരാ ഈ പ്രതിമ നശിപ്പിച്ചത്? ഇവന്മാരാ സാർ, ഇവന്മാരാ. ഇതാരാണെന്നറിയോ? ഇതിന്റെ ചരിത്രം എന്താണെന്നറിയോ നിങ്ങൾക്ക്? കളവാ, ഇപ്പൊ ചരിത്രം തൊലിച്ചോണ്ട് വന്നവരുത്തിന്റെ കവാലം അടിച്ച് വിളക്കി വിട്ടതേ ഉള്ളൂ. തനിക്കും വേണോ? ഇല്ല വിട്ടുവെക്കോ. സത്യമാണോ? സത്യമാണ്. അത് കാര്യമാക്കണ്ട സാർ. സാറ് കയറി ചോദിക്കുക, നമ്മള് കട്ടയ്ക്ക് കൂടെ ഉണ്ട്. ആയുധബലം കൊണ്ടും കൈക്കരുത്ത് കൊണ്ടും നേരിടുന്നവനല്ല യഥാർത്ഥ ധീരൻ. അക്ഷരങ്ങൾ കൊണ്ടും അറിവ് കൊണ്ടും നേരിടുന്നവനാണ്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? കോപ്പേ, ഇനി ഇവിടെ കിടന്ന് ക്ലാസ് എടുത്തോണ്ടല്ലോ. തന്റെ ഈ കുളിക്കാത്ത വാട്ടത്തല വെട്ടി ഇവിടെ വെക്കും. നല്ല മാച്ച് ആയിരിക്കും. എന്നാ ഒന്ന് കാണണമല്ലോ. വേണ്ട, വെട്ടാൻ വരുന്ന പോത്തിനെ വെല്ലുവിളിക്കരുത്. നമുക്ക് വാടനോട് പറയാം. മതി, വാടം വരട്ടെ. ഞാൻ കയറി ഒന്ന് പൊട്ടിക്കട്ടെ.
വാടം വരട്ടെ. നിങ്ങൾക്കൊക്കെ മാത്രമല്ലോ നമുക്കും ഉണ്ടടാ ചിലത് പറയാൻ. എന്ത് പറയാൻ? നിന്റെയൊക്കെ കടക്കിന്ന് ഷട്ടർ വീഴാൻ പോവാ. നിന്റെയൊക്കെ വീടി കച്ചവടം ഇന്നത്തോടെ പൂട്ടും. വീടി കച്ചവടോ? അങ്ങോട്ട് ഈ ജയിലിലോ? ചുമ്മാ വെറുതെ പറയുന്ന സാറേ, വെറുതെ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത് ആ കഥ അടിച്ചിറക്കുന്നത്. നീയൊക്കെ അടിച്ചിറക്കുന്ന പോലത്തെ കഥയല്ലടാ. വ്യക്തമായിട്ടുള്ള തെളിവോട് കൂടി നിന്നെയൊക്കെ ഇന്ന് പിടിച്ചു കൊടുക്കും. എന്ത് തെളിവ്? എന്ത് തെളിവെന്ന്? തെളിവൊക്കെ നിന്റെ തന്നെ കാണുമല്ലോ. കളവാ പോയാ വാടനെ വിളിച്ചിട്ടുണ്ടോ? വാടൻ വന്നിട്ട് ഇവന്മാരെ തലശ്ശേരി തൊട്ട് കോതമംഗലം വരെ ഇപ്പൊ തന്നെ പരിശോധിക്കട്ടെ, കിട്ടും തെളിവ്. തപ്പിക്കോട്ടെ നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. കയ്യിലില്ലേ? കയ്യിലില്ലെങ്കിൽ ഉറപ്പായിട്ട് സെല്ലില ഇവന്മാർ തിന്നെടുത്താ ഒക്കെ സാധനം ഉണ്ടാവും. അതിന്ന് തപ്പി കണ്ടുപിടിക്കുന്നവരെ വേറെ കളിയില്ലടാ. എടാ നന്ദിയില്ലാത്തവനെ, കഴിഞ്ഞ ആഴ്ച നിനക്ക് വൈറ്റിട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞോണ്ടല്ലടാ എന്റെ ഇത് ഒരു വീഡിയോ വെച്ച് വലിച്ചത്. എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? തിങ്കളാഴ്ച എവിടെ വെച്ച്? പ്ലാവിന്റെ അടിയിൽ. രഘുവിന് കൊടുക്കുന്നതിന് മുന്നേ അതിനുശേഷം? രഘുവിന് കൊടുത്തതിന് ശേഷം നീ കക്കൂസി പോകുന്നതിന് മുന്നേ ഇപ്പൊ ഓർമ്മ കേട്ടല്ല എന്ത് കേട്ട്? അവന്മാര് കുറ്റസമ്മതം നടത്തി കേട്ടല്ല. യവന്മാർ തന്നെ സാധനം ഇവിടെ വെക്കുന്നത്. പാളി. എടാ നിന്റെയൊക്കെ പ്രതിമ പൊട്ടി കേസാണോ അതോ നിന്റെയൊക്കെ വീടി കച്ചവടമാണോ ഇന്ന് പ്രശ്നമാകുമ്പോൾ നമുക്കിത് കാണാം. എനിക്ക് കിട്ടിയതിനേക്കാളും നാലെണ്ണം നിനക്കൊക്കെ കൂടുതൽ വേണ്ടത് മേടിച്ചെന്നില്ലെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചു. നാളെ ഉണ്ടോടാ കൊച്ചു പിള്ളേരെ പോലെ കരഞ്ഞുകൊണ്ട് വാടന്റെ മുറിയിലേക്ക് പോണെ? അത് തന്നെ. എടാ നീയൊക്കെ ഒരു ഗുണ്ടയാണോടാ? എടാ ആണെങ്കിൽ തല്ലി തീർക്കടാ. തല്ലി തീർക്കണ്ടാ, ഇടിച്ചു തീർക്കാം. അതെങ്ങനെയുണ്ട്? കൊള്ളാം. ഇതെങ്ങനെ അടി പൊരിഞ്ഞിടി. എന്താ ഡി ബ്ലോക്കിന്റെ മുമ്പിൽ പൊരിഞ്ഞിടി? സാറേ വേഗം പോയി വാടക വിളിച്ചിട്ടോ. എടാ തൊലിയാ വാടാ. സാറേ ഇത് നോക്കി. ഇത് കൊണ്ടായിരുന്നു. സാറേ ഈ ബോൾ ഇവിടെ കിടന്ന് കിട്ടിയതാ. അവന്മാർ പന്ത് കളിക്കുന്നിടയ്ക്ക് എന്തോ അടിയണ്ടായിട്ട് എല്ലാം കൂടി മറിഞ്ഞടിച്ച പ്രതിമയുടെ മണ്ടയ്ക്ക് വീണാ. മണിയാതേടെ ബോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്തോ വരുന്നിടത്ത് വെച്ച് കാണാം. അതിന് ഇവർക്ക് ഈ ബോൾ എവിടെ നിന്ന് കിട്ടിയോ? എൻ്റെ ബലമായ സംശയം ഇവന്മാർ അത് വിദഗ്ധമായിട്ട് സ്റ്റോർ റൂമിൽ നിന്ന് അടിച്ചു മാറ്റിയേക്കണം. അത് തനിക്ക് എങ്ങനെ മനസ്സിലായി? ഉച്ചയ്ക്ക് ശർക്കര എടുക്കാൻ വേണ്ടി എൻ്റെ സ്റ്റോർ റൂമിൽ താക്കോൽ മേടിച്ചുകൊണ്ട് പോയായിരുന്നു. മതി, അതങ്ങ് ഏറ്റാ മതി. ഇത് അറിഞ്ഞിട്ട് ആ സനൽ സാറിങ് വരുന്നുണ്ട്. പുള്ളി ചോദിക്കുമ്പോൾ താടി ഇതേപോലെ അങ്ങ് പറഞ്ഞേക്കണം. അയാളുടെ സ്വഭാവം അറിയാലോ, എല്ലാത്തിനും ചവച്ചടിച്ച് തുപ്പുകള്. തോണ്ടേ കണ്ടെടുക്കുന്ന മണികണ്ഠ സാറിന് ചീത്ത പറഞ്ഞ സാറേ, അത് നമ്മൾ സ്റ്റോർ റൂമിൽ നിന്ന് തന്നെ എടുത്ത ബോളാ. ആണോ? അതെ പറ്റിപ്പോയി സാറേ അത് മാത്രമൊന്നുമല്ല. ഈ പ്രശ്നം ഒന്ന് തീർന്നോട്ടെ, എല്ലാത്തിനും പറ്റുന്നുണ്ട് ഞാൻ. സാറേ 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 എൻ്റെ ഒരു നിഗമനത്തിൽ ഇത് വില്യം ഹാർബറിൻ്റെ ഇതുവരെ കണ്ടുപിടിക്കാത്ത ഒരു ടണലായിട്ട് തോന്നുന്നു. അത്യാവശ്യം കാലപ്പഴക്കമുണ്ട്. എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇറങ്ങി ചെക്ക് ചെയ്താലേ പറ്റും. എന്ത് തന്നെ ആയാലും ഒന്ന് പെട്ടെന്നായിക്കോട്ടെ. ഓക്കെ. സാർ എന്തൊക്കെയുണ്ട് വിൻസെന്റ്? സാർ ആർക്കിയോളജിസ്റ്റ് അത് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. പുള്ളി പറയണത് ഇതൊരു പഴയ ടണലാന്നാ പറയുന്നത്. സാറേ ഇവന്മാരാണ് ഇവിടെ അടിപിടി ഉണ്ടാക്കിയത്. ആ അടിപിടി കയറി ഇടപെട്ട ഒരാൾക്ക് അടി കിട്ടി. അയാളെ ഡോക്ടർ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തെങ്കിലും ആവട്ടെ. വിൻസെന്റ് വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖം? ആ സുഖമായിട്ടിരിക്കുന്നത്. വർക്കൗട്ടൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. ശമ്പളമൊന്നും മുടങ്ങുന്നില്ലല്ലോ? ഓ അപ്പം തൻ്റെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കണ്ട് അല്ലേ? എന്താ പന്തൊക്കെ?
സാറേ ഈ പന്ത് കളിക്കണതിൻ്റെ ഇടയ്ക്ക് അവന്മാർ വഴക്കിട്ട് ആ പ്രതിമ തല്ലി തകർത്ത്. എന്താ സാറേ നോക്കുന്നത്? അല്ല ജയിലാണോ താൻ നടത്തുന്ന അംഗനവാടിയാണോ നോക്കുമായിരുന്നു? സോറി സാർ, ഇവിടെ ആ ഫംഗ്ഷൻ നടക്കുന്നതിൻ്റെ പേര് ഞങ്ങളൊക്കെ ഇച്ചിരി തിരക്കിലായിപ്പോയി. അതിൻ്റെ ഇടയ്ക്കാണ് ഉമ്മാർ ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അവന്മാർക്കിട്ടോളം ഞാൻ കൊടുത്തോളാം. ഓ അത് താൻ കൊടുക്കാതിരിക്കും എന്താണെന്ന് ചേച്ചി. തനിക്ക് കിട്ടാനുള്ളത് താൻ്റെ നേരിട്ട് അങ്ങോട്ട് വാങ്ങിച്ചോ. തന്നെ അന്വേഷിച്ചിട്ട് പഞ്ചാബിൽ നിന്ന് 2 സീനിയർ ഓഫീസേഴ്സ് വന്നിട്ടുണ്ട്. സാറുമാരൊന്ന് വിളിച്ചേ. ആ ബെസ്റ്റ്. ജോസഫ് സിംഗും കൃഷ്ണൻകുട്ടി സിംഗും. സാറേ ഇവന്മാർ അതൊക്കെ അവിടെ നിൽക്കട്ടെ. തൻ്റെ ജീപ്പ് ഇപ്പോൾ എവിടെ ഉണ്ട്? സാറേ ബ്രേക്ക് കംപ്ലൈൻ്റ് ആയിട്ട് ഷെഡിൽ പാർക്ക് ചെയ്തിട്ടേക്ക്. എന്നാലേ അത് പാർക്ക് ചെയ്തേക്കണ്ട ഇറക്കം കഴിഞ്ഞിട്ടുള്ള വളവിലുള്ള ഇന്ത്യൻ കോഫി ഹൗസ് ഇല്ലേ, അതിൻ്റെ അടുക്കളയിലാണ്. അവൻ്റെ ചുണ്ടത്തു നിന്ന് കിഞ്ഞിറങ്ങുന്നത് അവിടുത്തെ ബീട്രൂട്ട് സോസ് അല്ല, ചോരയാണ് ചോര. ഞാൻ അതുവഴി വരുമ്പോഴേ നാട്ടുകാരെല്ലാവരും കൂടി 2 പഞ്ചാബികളെ പഞ്ഞിക്കിട്ടോണ്ടിരിക്കുകയായിരുന്നു. നിന്ന് ചെറിയാണ്ട് വിളിച്ചേച്ചി കൊണ്ട് പോടോ. വിളിച്ചിട്ട് പോണ വേണ്ട. എടോ പഞ്ചവർണ്ണ മൊണ്ണേ, ഇവന്മാർ തന്റെ മീശയുടെ ഇടയിൽ തന്നെയല്ലേ ചാടിപ്പോയത്? നാളുണ്ടോടോ തനിക്ക്? സാറേ എന്താടോ? സാർ ഞാൻ നോക്കുമ്പോൾ ഇവനെ സി ബ്ലോക്കിൻ്റെ മേലെ വലിഞ്ഞു കയറുന്നു. പൊക്കിയപ്പോൾ കയ്യിലൊരു ബോളും. ഇതിനുള്ളിൽ എന്താണെന്നുണ്ടോ? വീടിക്കെട്ട്. ബീഡിയോ? എന്താടോ ഇത്? സാറേ എനിക്ക് കിട്ടും. നിന്റെ ഒറ്റയ്ക്കുള്ള ബിസിനസ് അതോ പാർട്ട്നേഴ്സും ഉണ്ടാ? സാറേ ഞാൻ അവരുടെ സ്റ്റാഫാണ്ട്, അവന്മാരാണ് ഓണേഴ്സ്. താനാണോ എന്റെ ഇൻവെസ്റ്റർ? അല്ല സാറേ. സാറേ ഇവന്മാർക്ക് ഇതിനകത്ത് ബീഡി കച്ചവടാ. ഇവിടുത്തെ സാറുമാർ കാണാതിരിക്കാൻ അവന്മാരെ ബോളിനകത്തായി ബീഡി ഒളിപ്പിക്കുന്നു അല്ലേ? അതെ. ആ നമ്മൾ കുറേ തവണ വാർഡൻ സാറോട് പറയാൻ നോക്കിയതാ, പക്ഷെ സാറ് കേൾക്കാൻ കൂട്ടാക്കിയില്ല. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. അടുത്ത പരോൾ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഞാൻ തന്നെ ചേർക്കും. അല്ല നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇവിടെ പിടിച്ചിരുത്തേക്കുന്നേ? സാറേ വാണിന് കൊടുക്കാൻ ബോളി വെച്ചപ്പോൾ അവന്മാർ തരണ്ടേ, അതാ 2 പൊട്ടിക്കേണ്ടി വന്നത്. അതിനിടെ പെട്ടുപോയ സാറേ ഈ സ്റ്റാച്ചു. വലിയ വില ഒന്നും ഇല്ലായിരുന്നു, തൊട്ടപ്പം തന്നെ താഴെ പോയി. അതിനാ ഞങ്ങൾ ഇടിക്കാൻ വേണ്ടി അവിടെ പിടിച്ചിരുത്തിയേക്കുന്നത്. വെരി ഗുഡ്. പരോളുമില്ല കരോളുമില്ല, പോയി നിൽക്കണം അവിടെ. ആ 4 ഒഴിച്ച് ബാക്കി എല്ലാത്തിനും പിടിച്ച് സെല്ലിക്കേറ്റ്. എല്ലാത്തിനും സല്ലി കേട്ടോ. സാറേ എണ്ണെടുത്തു, ഒരാൾ കുറവുണ്ടെന്ന് തോന്നുന്നു. ആരാടോ അത്? ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സാറേ ഇതിനകത്തൊരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. ബുക്കാ? വേട്ടയാട് വിളയാട്. സാറേ അത് PT സാറിൻ്റെ ബുക്കാ. നീ ഏതടാ? ഇവനാണ് ഇടികൊണ്ടത്. സാറേ പുള്ളിയുടെ ബുക്കാണ് മന്ത്രി വരുമ്പോൾ പ്രകാശനം ചെയ്യാൻ വെച്ചിരുന്നത്. ആളുടെ ഫോട്ടോ ഉണ്ട് ബാക്കിൽ. ഇവനാ? ഇവനെവിടോ? പുള്ളി ഇവിടെ എവിടെയെങ്കിലും കാണും സാറേ. സാറേ ഒരാൾ മിസ്സിംഗ് ആണ്. മിസ്സിങ്ങാ? അപ്പൊ ഒരു സംശയം വേണ്ട, ഇവൻ തന്നെ. ഇവൻ അതിൽ കൂടെ ചാടിയിട്ടുണ്ടാവും. അല്ല സാറേ, ചിലപ്പോൾ ഈ ടണലിനെ പറ്റി പഠിക്കാൻ വേണ്ടി ഇതിനകത്ത് ഇറങ്ങിയതാണെങ്കിലോ? പിന്നെ കയറി ഇറങ്ങി പഠിക്കാനായിട്ട് MG യൂണിവേഴ്സിറ്റിയുടെ കവാടമുള്ളത്. സാറേ നല്ല നടപ്പിൽ ലിസ്റ്റിൽ പേരൊക്കെ ഉള്ള ആളാ സാറേ. എൻ്റെ ഒരു നിയമനത്തിൽ പുള്ളി അങ്ങനെ ചാടിപ്പോകാൻ സാധ്യതയില്ല. അപ്പൊ മരതക മൊണ്ണേ, ഇയാളുടെ ഈ നല്ല നടപ്പും വായനയൊക്കെ ഉണ്ടല്ല, അയാളുടെ അടവാണ്. 5 പുലിത്തോല് പിടിച്ച കേസിൽ 10 കൊല്ലം അപ്പക്കാട് ജയിലിൽ കിടന്നവനവൻ. ഇതേപോലെ നല്ല നടപ്പിന് ചാടാൻ നോക്കിയതാ. അപ്പോൾ ഞാനായിരുന്നു അവിടെ വാർഡൻ, അതുകൊണ്ട് അത് നടന്നില്ല. ഇപ്പൊ കടുവേനെ വണ്ടി ഇടിച്ച കേസിലല്ലേ അവനകത്ത് അയക്കണത്? ആ അന്ന് ഫോറസ്റ്റുകാർ കൃത്യസമയത്ത് എത്തിയോണ്ട് ആ കടുവയുടെ ബോഡി വിത്ത് തോല് കിട്ടി, അല്ലെങ്കിൽ അതും വിത്തൗട്ടായാനെ. സാർ ഉദ്ദേശിച്ച ആള് PT സാർ തന്നെയാണോ? PT സാറാ? എടോ പുലിത്തോല് ഗോപി, അതാണ് അയാളുടെ വിളിപ്പേര്. വേട്ടയാട് വിളയാട് അയാളുടെ ആത്മകഥയായിരിക്കും. കൊണ്ടോ താൻ വീട്ടിൽ നോക്കി, ഇനി പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഡോ ടണലിന് എന്തോരം ദൂരമുണ്ട്? ടണൽ കണ്ടിട്ട് നല്ല നീളം ഉണ്ടെന്ന് തോന്നുന്നു സാറേ. പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഓ ഇങ്ങനെ പഴം വിഴിഞ്ഞ പോലെ നിൽക്കാതെ ഏതെങ്കിലും പോലീസുകാരനെ ചവിട്ടിടോ, എന്നിട്ട് പോയി തപ്പ്. ഇനി തപ്പിട്ട് കാര്യമില്ല, കിളവ് മുങ്ങി. I am back. Gobi is free.